നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഒരു 5.1 ആംപ്ലിഫയർ ആണ്. ഈ ഒരു ആംപ്ലിഫയർ ഒരു ചെറിയ രീതിയിലാണ് ചെയ്തേക്കുന്നത്. വേറെ ഒന്നുമല്ല, 2050-ൻ്റെ 5 ചാനൽ വരുന്ന ബോർഡാണ് ഈ ഒരു ആംപ്ലിഫയറിൽ വച്ചിരിക്കുന്നത്. പിന്നെ ഒരു 250 വാട്ട്സ് സബ്, അങ്ങനെയാണ് ഈ ഒരു ആംപ്ലിഫയർ വരുന്നത്. പിന്നെ റിമോട്ട് കിറ്റാണ് നമ്മൾ ഇതിനു വേണ്ടി യൂസ് ചെയ്തിരിക്കുന്നത്. റിമോട്ട് കിറ്റാണ് 5 ചാനലിനായിട്ട് നമ്മളിതിൽ യൂസ് ചെയ്തിരിക്കുന്നത്. പിന്നെ വരുന്നത് ഫ്രണ്ട് പാനൽ. എനിക്ക് തോന്നുന്നു ഈ ഒരു ഫ്രണ്ട് പാനലിന് എനിക്കെല്ലാം കൂടെ ചിലവായത് ഒരു ഏറിപ്പോയാൽ 200 രൂപ, 200 അല്ലെങ്കിൽ ഏകദേശം 200 അടുപ്പിച്ചാണ് എനിക്ക് ചിലവായുള്ളൂ. അല്ലാതെ ഈ പറയുന്ന പോലെ 2000, 1600, 2000 ഒന്നും ആയില്ല. പിന്നെ ഇതിൻ്റെ ബാക്ക് സൈഡാണ്. ഇതൊരു ബഡ്ജറ്റ് കുറഞ്ഞ് ചെയ്തൊരു സാധനമായതുകൊണ്ട് തന്നെ ഈ ഒരു ലുക്കൊക്കെ തന്നെ ഉള്ളൂ. പിന്നെ ഇതിൻ്റെ വർക്കിംഗ് നല്ല രീതിയിൽ തന്നെ വർക്കിംഗ് ഉണ്ട്. നമുക്കിനി അതിനകത്തോട്ട് പോവാം. ഇതാണ് നമ്മുടെ ഒരു ആംപ്ലിഫയറിൻ്റെ ഉൾവശം വരുന്നത്. ഇത് 30-30-ൻ്റെ 8 ആമ്പിയർ ട്രാൻസ്ഫോമറാണ്. പിന്നെ ഇതൊരു 12-12-ൻ്റെ 5 ആമ്പിയർ ട്രാൻസ്ഫോമർ. ഇത് നല്ല ട്രാൻസ്ഫോമറാണ്. എക്സൽ എന്ന് പറഞ്ഞൊരു കമ്പനിയുടെ ട്രാൻസ്ഫോമറാണ്. ബാലരാമപുരത്തുള്ള ലക്ഷ്മി ഇലക്ട്രോണിക്സിൽ നിന്ന് വാങ്ങിയതാണ്. ഇത് വളരെ നല്ല ചൂടാവില്ല, വലുതായിട്ട് ചൂടാവില്ല, നോയ്സ് ഒന്നും ഇല്ലാത്ത നല്ലൊരു ട്രാൻസ്ഫോമറാണിത്. പിന്നെ ഇത് നേരത്തെ ഈ ചെയ്ത ആളുടെ കയ്യിലുണ്ടായിരുന്ന ട്രാൻസ്ഫോമറാണ്. ഇതും വലിയ കുഴപ്പമില്ലാത്ത ട്രാൻസ്ഫോമറാണ്. പിന്നെ നമ്മുടെ ഇത് പങ്കജിൻ്റെ ട്രാൻസ്ഫോമർ. പിന്നെ 5 ചാനലിന് വേണ്ടി ഡിടെക്കിൻ്റെ ഒരു ബോർഡാണ് വരുന്നത്. 5 ചാനലിന് വേണ്ടി ഇത് വളരെ നല്ലൊരു മികച്ച പെർഫോമൻസ് തരുന്നൊരു ബോർഡാണ്. ഇതിന് TD2050-ൻ്റെ IC ആണ് ഉപയോഗിച്ചിട്ടുള്ളത്. പിന്നെ വരുന്നത് ഡിടെക്കിൻ്റെ തന്നെ റിമോട്ട് കിറ്റാണ്. ഈ ഒരു റിമോട്ട് കിറ്റും വളരെ നല്ലൊരു റിമോട്ട് കിറ്റാണ്. 12-0-12-ലാണ് ഈ ഒരു സാധനം വർക്ക് ചെയ്യുന്നത്. ഡ്യുവൽ സപ്ലൈ എന്നല്ല, സിംഗിൾ സപ്ലൈ തന്നെയാണ് വർക്ക് ചെയ്യുന്നത്. പിന്നെ വരുന്നത് ഡിടെക്കിൻ്റെ തന്നെ ഒരു സബിൻ്റെ ബോർഡാണ്. TTC 5200, TTI 1943, 09033 എന്ന് പറയുന്ന ബാച്ചിൽ വരുന്ന IC ആണ്, ട്രാൻസിസ്റ്ററാണ് ഇതിൽ ഉപയോഗിച്ചിട്ടുള്ളത്. അത് വളരെ നല്ലൊരു ട്രാൻസിസ്റ്റർ തന്നെയാണ്. പിന്നെ വരുന്നത് ഡിടെക്കിൻ്റെ തന്നെ ഫിൽറ്ററാണ് നമ്മൾ ഉപയോഗിച്ചിരുന്നത്. ഈ ഒരു ഫിൽറ്റർ ഞാൻ ഇതിനു മുമ്പ് പല ആംപ്ലിഫയറിൽ വെച്ച് വിട്ടിട്ടുള്ളതാണ്. ഇതും വളരെ നല്ല ഒരു ഫിൽറ്ററാണ് വരുന്നത്, നല്ലൊരു ഫിൽറ്ററാണ്. പിന്നെ ഇത് സബ് വൂഫറിന് വേണ്ടിയിട്ട് നമ്മൾ കൊടുത്തിരിക്കുന്ന സാംവയുടെ കപ്പാസിറ്റേഴ്സാണ്. അത് 2 വെച്ചിട്ടുള്ളത്. 10000 മതിയാവും. ഇത് മതിയാവും. അപ്പോൾ അതുകൊണ്ടാണ് 2 വെച്ചിട്ടുള്ളത്. ഇത്രയൊക്കെ തന്നെയാണ് ഈ ഒരു ആംപ്ലിഫയറിൽ വരുന്നത്. പിന്നെ ഒരു SMPS കൂടെ ആഡ് ചെയ്തിട്ടുണ്ട്. ഇത് റിമോട്ട് കിറ്റിന് വേണ്ടിയിട്ട് ആഡ് ചെയ്തിരിക്കുന്ന ഒരു SMPS ആണ്. അത് 12 വോൾട്ട് ഒരു 1 ആമ്പിയർ വരുന്ന SMPS ആണ് ഇത് നമ്മളിതിൽ കൊടുത്തിട്ടുള്ളത്. ഇതുവരയ്ക്കും ഇത് അങ്ങനെ വലിയ നോയ്സ് പ്രശ്നങ്ങളൊന്നും കാണിച്ചിട്ടില്ല. അപ്പം ഇത് വളരെ നല്ലൊരു ആംപ്ലിഫയറാണ്, നല്ല രീതിയിൽ ചെയ്തൊരു ആംപ്ലിഫയറാണ്. പിന്നെ ഇതിൽ കുറച്ച് വയസ്സൊക്കെ ഒതുക്കി വയ്ക്കാണ്ട് ഇതിൻ്റെ വർക്ക് ഫുള്ളും തീർന്നിട്ടില്ല. ഈ ഒരു ഫാനൊക്കെ ഇവിടെ അല്ല വരുന്നത്. അത് നമുക്ക് ഈ ഒരു ഭാഗത്തായിട്ട് പ്ലേസ് ചെയ്ത് വയ്ക്കാൻ ഉള്ള രീതിയിലാണ് ഞാനിത് പ്ലാൻ ചെയ്ത് വെച്ചിരിക്കുന്നത്. അപ്പോൾ ഇതാണ് നമ്മുടെ ഒരു ആംപ്ലിഫയർ ടോട്ടൽ വരുന്നത്. പിന്നെ വരുന്നത് ഈ ഭാഗത്താണ് ഇതിൻ്റെ ഡിസ്പ്ലേ വരുന്നത്. ഈ ഒരു ഭാഗത്താണ് റിമോട്ട് കിറ്റിൻ്റെ ഡിസ്പ്ലേ വരുന്നത്. ഈ ഭാഗത്താണ് നമ്മുടെ ബ്ലൂടൂത്തിൻ്റെ ഡിസ്പ്ലേ വരുന്നത് ഇവിടെയാണ്. അപ്പോൾ ഇങ്ങനെയാണ് നമ്മുടെ ഒരു ആംപ്ലിഫയറിൻ്റെ ലുക്ക് വരുന്നത്. അപ്പോൾ ഈ ഒരു ഭാഗത്ത് ഒരു നീല കളർ ലൈറ്റും കൂടെ കൊടുക്കാനുള്ള പ്ലാനിങ്ങിലാണ് ഇപ്പം നിൽക്കുന്നത്. അപ്പോൾ ഈ ഒരു ആംപ്ലിഫയറിന് ഏകദേശം വന്നൊരു ചിലവ് ഒരു 10,000 അടുപ്പിച്ചാണ്. പണിക്കൂലി ഇല്ലാതെ ആംപ്ലിഫയർ മാത്രം ഉണ്ടാക്കാനായിട്ട് വന്നൊരു ചിലവ് ഏകദേശം ഒരു 10 അടുപ്പിച്ച് പോയി. അപ്പോൾ ഇതാണ് നമ്മുടെ ആംപ്ലിഫയർ. ഇതാണ് ഈ ഒരു ആംപ്ലിഫയറിൻ്റെ വിശേഷം. അപ്പം നിങ്ങൾക്ക് എൻ്റെ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. ഇതുമായിട്ട് താല്പര്യപ്പെട്ട എല്ലാവർക്കും എൻ്റെ വീഡിയോ അയച്ചു കൊടുക്കാൻ മറക്കരുത്. ഓക്കെ, അപ്പം ഇന്നത്തെ ഒരു വീഡിയോ അവസാനിക്കുന്നു.